أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا لجعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله العظيم. സൂറത്തുൽ ഗാഫിലെ 7-ാം നമ്പർ ആയത്ത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തും ഇതിന് നേരെ മുമ്പുള്ള ആയത്തും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം പറയുന്നത്. കഴിഞ്ഞ ആയത്ത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ എന്നതായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ആയത്താണ്. അങ്ങയുടെ അധ്യാപനവും പ്രബോധനവും ഉദ്ബോധനമൊക്കെ കേട്ടിട്ട് പിന്നെ അംഗീകരിക്കാതെ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. അതിലൊന്നും വ്യത പൂണ്ട് പ്രയാസപ്പെട്ട് സ്വയം ശരീരം നശിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആവേണ്ട കാര്യമില്ല. ഇനി അവര് വിശ്വസിക്കണില്ല എന്ന് കരുതിയിട്ട് ദൈവത്തിൽ നിരാശയും വേണ്ട. നിങ്ങളെ പണിയെടുത്തോളാം. ഏതുപോലെ ഇന്നാ ലജഅൽനാ മാ അലൽ അർളി. ഈ ബന്ധം പെട്ടെന്ന് അർത്ഥം വെച്ചാൽ തീരെ കിട്ടൂല. അത് അങ്ങനെയുള്ള ആലിമീങ്ങൾ തന്നെ അവരുടെ കിതാബ് പറയണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇന്നാ നിശ്ചയം നമ്മൾ ആക്കിയിട്ടുണ്ട് മാ ഒന്നിനെ അലൽ അർളി, ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ ഭൂമിയിൽ വെച്ചത്. സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, കന്നുകാലികൾ, ഭൂമിയിൽ എന്തെല്ലാം കനികൾ അകത്തും മേലെയുണ്ടോ അത് മുഴുവനും സീനത്തല്ലഹ, ആ ഭൂമിക്ക് ഒരു അലങ്കാരമാണ്. ഭൂമിക്ക് അലങ്കാരം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് അലങ്കാരമാണ്. അതാണ് ഭൂമിക്ക് അലങ്കാരം എന്ന് പറഞ്ഞാൽ. മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ അലങ്കാരവും സൗന്ദര്യവും എല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എന്തിന്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇതെല്ലാം അനുഭവിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അവരിൽ ആരാണ് നന്ദിയുള്ള ആളുകളാവുന്നത്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് പറയാം. അതിൽ ആരെങ്കിലും എൻ്റെ അന്നം കഴിച്ച്, എൻ്റെ വെള്ളം കുടിച്ച്, എൻ്റെ വെളിച്ചം അനുഭവിച്ച്, എൻ്റെ ശ്വാസം അനുഭവിച്ച്, എൻ്റെ വൃക്ഷങ്ങൾ അതിൻ്റെ ഫലങ്ങൾ കഴിച്ച്, ചീരകൾ കഴിച്ച്, പച്ചക്കറികൾ തിന്ന് ഭൂമിയിൽ ജീവിച്ച് നന്ദികേട് കാണിക്കാൻ നോട്ടുക, അവരോടൊന്നും ആ സ്പോട്ടിൽ നമ്മൾ പെരുമാറൂല. പ്രതികാര നടപടി അപ്പം ഉണ്ടാവില്ല. എന്റെ പണി എടുത്തോണ്ടിരിക്കും, അവരെ പണി അവരെ എടുക്കട്ടെ, ലാസ്റ്റ് നമുക്ക് നോക്കാന്ന്. അതുപോലെ ആയിരിക്കണം നിങ്ങളൊന്ന്. നിങ്ങളെ പണി ദൈവത്താണ്, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കല്ലെറിയുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും, പുച്ഛിച്ച് തള്ളുന്ന ആളുകളുണ്ടാവും, എതിർക്കുന്ന ആളുകളുണ്ടാവും, കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങളൊന്നും അതിന്റെ ചെയ്യണ്ട. നിങ്ങളെ പണിയെടുക്കാം. ഞാൻ എന്റെ പണിയെടുക്കണ്ടല്ലോ, ജനങ്ങൾ അവരെ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ പണിയെടുക്കുക. നിങ്ങളെ പണി ദൈവത്താണ്. വരുന്നവര് വരട്ടെ, വരാത്തൊരു വരണ്ട. അവരെ കാര്യത്തിൽ നിങ്ങളെ വേദ പൂണ്ട് നടക്കണ്ടാന്ന്. അങ്ങനെയാണ് ഈ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്ന് മഹാന്മാർ പറയുന്നു. എന്നാൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള പ്രത്യേക ഉദ്ബോധനവും സന്ദേശവുമാണെങ്കിൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാറില്ല. ഈ രണ്ടായത്തിൽ നിന്ന് ഇന്നാ ലജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഇത് കേവലം അലങ്കാരമാണ്, ഷോക്ക് വേണ്ടിയുള്ളത്. ഭൂമിയിലുള്ള മുഴുവനും അലങ്കാരമാണ്, നൈമിഷിക ഇക്കിളികളാണ്. ഇതെന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല തന്നത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇതെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന സമയത്ത് അനുഗ്രഹദാതാവായ അള്ളാനെ തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്യാൻ എത്ര ആളുകൾക്ക് കഴിയുന്നു എന്ന് പരിശോധിച്ച് ആ റിസൾട്ട് ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നത്. ഭൂമിയിലെ അലങ്കാരങ്ങൾ മുഴുവനെന്നാ അള്ളാഹ് പറയുന്നത്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് പറയാണ് വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. വഇന്നാ നിശ്ചയം നമ്മൾ ലജാഇലൂന മാ ഒന്നിനെ ആക്കും, അലൈഹ ഈ ഭൂമിയുടെ മുകളിലുള്ള ഒന്ന് അലങ്കാരം എന്ന് പറഞ്ഞല്ലോ, അതിനെ നമ്മൾ ആക്കും. സഈദൻ ജുർസാ, തരിശ് ഭൂമിയാക്കും. സഈദ് എന്ന് പറഞ്ഞതാണ് വെറും മണ്ണ് മാത്രമുള്ള ഭൂമി.
ജുറുസ, വരണ്ട ഭൂമി. അപ്പോ ഒന്നുമില്ലാത്ത വരണ്ടുണങ്ങിയ തരിശ് ഭൂമിയാക്കാനും നമുക്ക് കഴിയും. ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നമ്മളാണെങ്കിൽ നൊടിയിടയിൽ സംഹരിച്ചുകൊണ്ട് ഒന്നുമല്ലാതെയാക്കാനും നമുക്ക് കഴിയും. അത് രണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും എന്ന് അല്ലാഹു പറയാം. അതിൽ നമുക്കുള്ള താക്കീത് എന്താ അറിയോ? വളരെ കൃത്യമായി നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ കുടുങ്ങുന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമുക്കൊക്കെ ഒരു ചിന്ത വേണം, നാളെ നശിക്കുന്നതിന്റെ മുകളിലാണ് നമ്മൾ ചവിട്ടിക്കുന്നത്. നമ്മളിങ്ങനെ ചവിട്ടി നടന്നു പോകുമ്പോ നമ്മളെ പോലെ നടന്നിരുന്ന ഒരുപാട് ആൾക്കാരുടെ നെഞ്ചിന്റെയും തലിന്റെ മേലെ കൂടെയാണ് നമ്മൾ നടക്കണമെന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെയല്ല, ഭൂമിന്റെ അടിയിൽ ഇപ്പൊ ഇന്ന് ലോകത്ത് വന്ന ഭൂരിഭാഗം ആളുകൾ ഭൂമിന്റെ അടിയിലാണ്. ഇനിയിപ്പോ കുറഞ്ഞ കാലം ഉണ്ടാവുള്ളൂ. എത്ര ഇപ്പൊ വരാനുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പൊ വന്നു പോയത്, ലോകത്താകെ വന്നതിൽ ഭൂരിഭാഗം ഭൂമിന്റെ അടിയിലാണ്. വളരെ കുറവ് മാത്രമേ ഭൂമിന്റെ മുകളിലുള്ളൂ. അതന്നെ ദിനം പ്രതി അടിയിക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറെ ആളുകൾ കൂടിയിട്ട് ഒരു മയ്യത്തിനെ താങ്ങിയിട്ട് കബറടക്കിയാൽ ആ കബറടക്കുന്ന പ്രോഗ്രാം നമ്മളോട് പറയുന്നത് നാളത്തെ കുറെ മയ്യത്തുകൾ ഇന്നത്തെ ഒരു മയ്യത്തിനെ മണ്ണിന്റെ അടിയിലാക്കി എന്നത് മാത്രമാണ്. അതിന്റെ അപ്പുറമൊന്നുമില്ല. നാളത്തെ കുറെ മയ്യത്തുകൾ ഇന്നത്തെ ഒരു മയ്യത്തിനെ താങ്ങി മണ്ണിന്റെ അടിയിലാക്കി. ഇനി ഇവരെ നാളെ വേറെ ആളുകളാക്കും, അവരെ വേറെ ആളുകളാക്കും, അവരെ വേറെ ആളുകളാക്കും. ഇതിങ്ങനെ വന്നു പോകുന്ന സ്ഥലമാണ് എന്ന തിരിച്ചറിവാണ് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന സന്ദേശമാണ്. ഒന്നുമല്ല, കയ്യിന്ന് പോകും. ഉമ്മാന്റെ വള്ളയിന്ന് വന്നത് ഇങ്ങനെയാണ്. ഇവിടെ കൊണ്ടോ, അതൊക്കെ എനിക്ക് വേണം. ദിർഹം, ദീനാറ്, പൊന്ന്, മണ്ണ്, ഇതൊക്കെ എനിക്ക് വേണം. ഞാൻ വിട്ടുതരില്ല, ഇവിടെ കൊണ്ട്. അങ്ങനെ വരണേ, ഏതൊരു കുട്ടിയും വരണേ എങ്ങനെയാണ്. പോകുമ്പോഴോ ഞാൻ എടുത്തതൊക്കെ നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട. وفي قبل كف الطفل عند ولادته دليل على الحرص المركب في الحي وفي بسطها عند الممات إشارة ألا فانظروني خرجت بلا شيء وفي كفي എന്താ ബൈത്തൊക്കെ എന്നറിയോ? വഫീ ഖബലി കഫ്ഫത്തുഫിലി, ചെറിയ കുട്ടി ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോ അങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതിലുണ്ട് ദലീലുണ്ട്, ഒരു സൂചന ഉണ്ട്, ഒരു സിഗ്നലുണ്ട്. എന്താ? അലൽ ഹിർസി, ആർത്തിയുടെ സിഗ്നലാണ്. എനിക്ക് വേണം എന്ന ആർത്തിയുമായിട്ടാണ് പയ്യൻ പുറത്തേക്ക് വരുന്നത്. പക്ഷേ വഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറത്തു, മരിച്ചു പോകുന്ന സമയത്ത് കൂട്ടിപ്പിടിച്ചിരുന്ന കൈകൾ മലർത്തി കൊടുക്കുകയാണ്. ഏതെങ്കിലും വിരലുകൾ മടങ്ങിക്കിടക്കുകയാണെങ്കിൽ വീട്ടുകാര് അത് നിവർത്തുകയാണ്. അങ്ങനെ അതാ മടങ്ങാൻ സമ്മതിക്കാതെ എല്ലാം നിവർത്തുകയാണ്. കൈവെള്ളയും നിവർത്തുകയാണ്. ഈ കൂട്ടിപ്പിടിച്ചിരുന്ന കൈ നിവർത്തിയതിൽ ഒരു സൂചനയുണ്ട്. അല, അറിയണേ, ഫൻദുറൂനി, എന്നെ കാണുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഖറജ്തു ബിലാ ശൈഇ, ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ആർത്തിയുടെ സൂചനയുമായി ഇരു കൈകൾ കൂട്ടിപ്പിടിച്ച് വന്നിരുന്ന ഞാൻ എല്ലാം മലർത്തിയിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോളൂ എന്നാണ് ആ മയ്യിത്ത് പറയുന്നത് എന്ന് കവി പറയുകയാണ്. ദക്കങ്ങൾ എടുത്തോളി, ഒന്നുമില്ല. കണ്ടോളി, ഒന്നുമില്ല. യാ അല്ലാഹ്, ആ രംഗൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെറുതാവട്ടോ, നമ്മൾ ചെറുതാവും. ഇന്ന് നമ്മളിങ്ങനെ പല്ലേച്ചു. ചില ആൾക്കാർക്ക് പല്ലേക്കണമെങ്കിൽ കണ്ണാടി തന്നെ വേണം. നമ്മള് കുളിച്ചു, നമ്മളും അത് കൊടുത്തു. പക്ഷേ നാളെ നമുക്ക് പല്ലേക്കാൻ പറ്റൂല. ആരോ ഒരാളുണ്ടാവും തേച്ചായിരുന്നു. അപ്പൊ മറ്റാൾ പറയാം പള്ളം ഒന്ന് നെക്കിക്കളയെന്ന് പറയും. മൂക്കില് പഞ്ഞി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ ഏതായാലും ആരെ ഇല്ലാലും ഒരു തഖ്വയുള്ള ദിക്റാട്ടോ. അത് ഒരേ രീതിയിൽ തന്നെ വരുന്നത്.
നമുക്ക് ചെറുപ്പത്തിൽ ഞെടുങ്ങിയെന്നൊരു ശൈലിയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ ആ മയ്യത്തും കെട്ടിന്റെ അടിയിലൊന്ന് പോയിട്ട് ഇടക്ക് മേപ്പോട്ട് നോക്കിയാൽ ഞാനാണ് ഇടക്ക് ആയിക്കൂടെ നടക്കുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാഴ്ചയാണ്. അവിടെ ഉണ്ട് ഒരു സാധനം കൊടുന്ന് വെച്ചിട്ട് എത്ര മനുഷ്യന്മാരാണ് കൊടുന്നതെന്ന് അറിയങ്ങള്. എല്ലാ പള്ളിയിലും ഒറ്റ കട്ടിലേ ഉള്ളൂ. അങ്ങനെയല്ലേ ഉള്ളൂ. മുതലാളിമാർക്ക് ഒരു കട്ടില്, അടുത്തരക്കാർക്ക് വേറെ, അങ്ങനെയല്ലോ. അതൊക്കെ ഭൂമിന്റെ മുകളിലുള്ള പരിപാടികളാണ്. എല്ലാവരുടെ വീടും ഒരുപോലെ ആവില്ല, എല്ലാവരുടെ വസ്ത്രം ഒരുപോലെ ആവില്ല, എല്ലാവരുടെ വണ്ടി ഒരുപോലെ ആവില്ല. മരിച്ച എല്ലാവരും മുണ്ടും ഒന്ന് തന്നെയാണ്, എല്ലാവരും കഫൻ തുണി ഒന്ന് തന്നെ, എല്ലാരും പോണേ വണ്ടി ഒന്ന് തന്നെ, മുണ്ടും ഒന്ന് വണ്ടി ഒന്ന്. എന്താ യാ അല്ലാഹ്, അതിന്റെ അടി പോയിട്ട് ഇടക്ക് അങ്ങനെ പ്രത്യേക സുന്നത്തൊന്നല്ല നമുക്ക് ഓർമ്മിട്ടാൻ. ലാ ഇലാഹ, അപ്പൊ തന്നെ നമ്മൾ ശരിയാവും. വയലൊന്നും വേണ്ട. മൻകാന വായിലൻ ഫൽ മൗതു യക്ഫീഹ് മുഹമ്മദ് മുസ്തഫ. എന്നെ വാല് പറഞ്ഞ് നന്നാക്കണ ഒരാളെ എനിക്ക് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ മരിച്ചു പോകുന്ന കാര്യം ചിന്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എനിക്ക് മരിക്കണല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ മനുഷ്യൻ നേരക്കാവുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാം മറന്ന ബോധമില്ലാത്ത പോക്കാണ്. അവിടെ അല്ല ബ്രേക്കിടാണ്, അല്ല ബ്രേക്കിടാണ്. ഈ ഉണ്ടാക്കി വെച്ച അലങ്കാരങ്ങൾ മുഴുവനും, ആഡംബരങ്ങൾ മുഴുവനും, അഴകുകൾ മുഴുവനോ നാളെ നമ്മൾ ഒന്നുമല്ലാതെ സംഹരിക്കുന്നതാണ്. ഇത് ഇക്കിളി ജീവിതമാണ്, ഇതൊന്നുമല്ലാത്തതാണ്. കണ്ട് ഇതൊക്കെ തലയൊക്കെ അടിച്ചു കയറിയൊരു മഹാനായ മനുഷ്യൻ ഒഴിഞ്ഞു പോയിട്ടൊരു ആശ്രമത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് മലമുകളിലാണ്. അന്നൊക്കെ കുറെ മലന്റെ മുകളിൽ ഏകാന്തയിൽ ഇരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിന് തെളിവുണ്ടോന്ന് വെച്ചാൽ തെളിവുണ്ട്. കുട്ടികളെ മക്കളെ ഇട്ടെറിഞ്ഞു പോരുതെന്ന് മാത്രം. ഇടക്കിടക്കൊക്കെ അത് നല്ലതാണ്. കാരണം ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂത്തിന്റെ ഔദ്യോഗിക വെളിച്ചത്തിന്റെ പ്രാരംഭം ജബലന്നൂറാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് മലയാണ്, അവിടെ ഗുഹയാണ്, അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എനിക്കറിയാം എന്നുണ്ട് ഇങ്ങനെ ഒറ്റക്ക് പോയിരിക്കുന്ന ആൾക്കാർ. ഇടയ്ക്കൊരു ഒരു എന്നല്ല മനസ്സൊന്നും ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഒറ്റക്ക് പോയി ഇരിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓൾക്കൊന്നും തിന്നാൻ കൊടുക്കാതെ ഓടിപ്പോയിങ്ങാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കല്ല. അതല്ല ഞാൻ പറയുന്നത്. ഇടക്കിടക്കൊന്നും ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക അത് നല്ലതാണ്. ഇനി അല്ലെങ്കിൽ റൂമിൽ ഏറ്റവും ഓഫാക്കിയിട്ട് ഒറ്റക്കൊന്നും ഇരിക്കുക നല്ലതാണ്. ഒരു ഹിസാബ്, ഒരു മുഹാസബ. അപ്പൊ അയാളിങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെങ്ങായി മലിന് കൊള്ളുന്നിട്ട് വിറക് വെട്ടണുണ്ട്. വിറകിങ്ങനെ വെട്ടിന്, കഷ്ടപ്പെട്ടിന്, വേർത്തൊലിക്കണ്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ വിറക് വെട്ടിട്ട് എന്നും ഇങ്ങനെ നയിച്ചുണ്ടാക്കിയിട്ട് ഈ വിറകൊക്കെ കൂടി കൊണ്ടുപോയി വിറ്റാൽ ഇപ്പൊ എനിക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചു. ഒരു ദിവസം ജീവിക്കാനുള്ള കിട്ടും, പിന്നെ പിറ്റേ ദിവസം വരും. അതിനേക്കാളും നല്ലത് ഞാനെനിക്ക് ചെമ്പുള്ള സ്ഥലം കാണിച്ചു തരാം. അവിടുന്ന് ചെമ്പ് ഖനനം ചെയ്തെടുത്താൽ എനിക്ക് ഒരാഴ്ച പിടിച്ചെന്നൂടെ. അവിടെ കുഴിച്ചാൽ മതി, അവിടെ ചെമ്പുണ്ടാവും, മരത്തുമ്മക്ക് ഇനി പോണ്ടായിരുന്നു. അപ്പൊ അയാള് ചെമ്പ് ഉള്ള സ്ഥലം ഇയാള് പറഞ്ഞെടുത്തോട്ട് നോക്കുമ്പോ ചെമ്പും കാര്യങ്ങളൊക്കെ കിട്ടി, ഇരുമ്പും കിട്ടി. അതേറ്റ് കുറെ കാലം ജീവിച്ചു. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നാൽ മതി. പിന്നെ അയാൾ 10 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആ പണി ഇങ്ങനെ തുടരുമ്പോ ഈ മഹാനായ ആധ്യാത്മിക ഗുരു പിന്നെയും വിളിച്ചു. എനിക്ക് ഞാൻ സ്വർണം കാണിച്ചെന്ന് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. തൊള്ളങ്ങോട്ട് തുറന്നിട്ട് വെടി കൂടിയാണ്ട് പൊന്നിലെത്തും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്വർണ്ണമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പൊ സ്വർണം ഖനനം ചെയ്തെടുത്ത് സ്വർണത്തിന്റെ അട്ടിയേറ്റാണ്ട് പോയിട്ട് നാട്ടിലെ വലിയ മലയാളി ഭയങ്കര വീട് കെട്ടി. ആഡംബര വീടിന്റെ മട്ടുപ്പാവിൽ ഇരുന്നിട്ട് കാറ്റുകൊള്ളുകയാണ്. അവനിങ്ങനെ ചിന്തിച്ച് ഇതാണ് ഇവിടെ നിന്നാണ് മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചു അല്ല, മൂപ്പനിപ്പോ എനിക്ക് ചെമ്പെടുക്കാനുള്ള സ്ഥലം, ഇരുമ്പെടുക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അവസാനം സ്വർണം കാണിച്ചു തന്നു. അതുകൊണ്ടല്ല ഇപ്പൊ ഞാൻ ഈ വിറക് കെട്ടുന്ന അവസ്ഥയിൽ വലിയ മലയാളിയായിരുന്നു. അയാൾക്കിപ്പോ അതൊക്കെ അറിയാമല്ലോ. അവിടെയല്ല മനുഷ്യനില്ല, എനിക്ക് പറഞ്ഞെന്ന ആൾക്കിപ്പോ അതൊക്കെ അറിയാമല്ലോ. അയാൾക്ക് എന്തിപ്പോ ആ സ്വർണ്ണം എടുത്തിട്ട് എന്നെ വരെ മലയാളി ആയിക്കൂടെ, എന്നെ വരെ ഒരു പുറക്കെ ഉണ്ടായിക്കൂടെ. ഇന്നിപ്പോ അയാളായ്മക്കൊന്നും തീരാതെ ഇപ്പൊ ഇന്റെ അടുത്തേക്ക് തട്ടിയത്. അവിടെയാണ് ചിന്ത. അകക്കൺ തൂറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഇവിടെ അങ്ങോട്ട് തുറന്നു കിട്ടിയ കഴിച്ചില്ലായി. അങ്ങനെ ഇയാൾക്ക് പിന്നെ നിക്കപ്പുറത്തില്ല.
അത് മനസ്സിനിങ്ങനെ നോവിക്കുക. രാവിലെ തന്നെ നീറ്റോടി ആ മഹാന്റെ കൂടാരത്തിലേക്ക്. ആശ്രമം, കൊട്ടാരം എന്നല്ല, ചെറിയ ആശ്രമം. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ ഇപ്പൊ നാട്ട് കണ്ട ഏറ്റവും വലിയ മുതലാളിയായി. എന്റെ വീട് വലിയ കൊട്ടാരാണ്. അൽഹംദുലില്ലാ, സന്തോഷായി. അല്ല, എനിക്കതല്ല വിഷയം. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്കും അറിയാമല്ലോ. നിങ്ങൾ എന്തിയപ്പോ അതിനൊന്നും നിൽക്കാഞ്ഞു? ഈ പരിപാടിക്ക് ഇപ്പൊ നിങ്ങൾക്കും അറിയാലോ. എന്തിയപ്പോ നിങ്ങളായിമൊക്കെ നിൽക്കാഞ്ഞെന്ന് വെച്ചു. അതാണെങ്കിൽ ഇരിക്കുക. വൈന്ന ഈ ആയത്തൊക്കാണ്ട് ഓതി കൊടുത്തു. വൈന്നാല ജായിലൂന മാ അലൈഹ സഈദൻ ജുർസ. മോനെ, ഇതൊക്കെ ഭൂമിന്റെ കുമിളകളാണ്, കേവല അലങ്കാരങ്ങളാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ കയ്യിന്ന് പോകും. എന്നെന്നുള്ള സ്വർണ്ണുണ്ട്, എന്നെന്നുള്ള വെള്ളിയുണ്ട്, എന്നെന്നുള്ള കൊട്ടാരുണ്ട്. അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദിമ്മക്ക് തിരിഞ്ഞോക്കായിരുന്നത്. ഇനിയിപ്പൊ അത് എടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതാണ് ഇപ്പൊ എനിക്ക് തന്നത്. എനിക്ക് അതൊക്കെ കൂടി തലയിൽ കയറി പ്രതിമക്ക് വല്ലാതെ മൂട് വന്നില്ല. അപ്പൊ ഞാൻ വലിയ കൊട്ടാരം, വലിയ ആഡംബരം, വലിയ സ്വർണ്ണമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ചെറുതും നാളെ നശിച്ചു പോകുന്നതും എന്റെ ഓർമ്മയിൽ വന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ തല കറങ്ങി, എന്നാ എനിക്കും ഇങ്ങനെ ആയാൽ മതി എന്ന് പറഞ്ഞു. കുറെ പറഞ്ഞു, ഇജിപ്പോ അങ്ങനെ ജീവിച്ചു, അതിന് കുഴപ്പമില്ല, ജനങ്ങൾക്ക് സംഭാവന ചെയ്താൽ മതി, എനിക്കും സ്വർഗം കിട്ടും, എന്റെ മാതിരി പിടിച്ചിക്കാൻ എല്ലാവർക്കും പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഒരു ജാതി വെപ്രാളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ്. അപ്പൊ സത്യത്തിൽ നമുക്ക് എല്ലാം തിന്ന് അനുഭവിക്കാം. പക്ഷേ ഇങ്ങനൊക്കെ തിന്ന് അനുഭവിച്ച ആളുകളുടെ തലന്റെ മുകളിലൂടെയാണ് നമ്മൾ ചവിട്ടിപ്പോണത് എന്ന ബോധം വേണം. നാളെ നമ്മുടെ തലന്റെ മുകളിലൂടെ കുറെ ആൾക്കാർ ചവിട്ടിപ്പോവാൻ പിന്തൽമുറ വരുന്നുണ്ട് എന്നുള്ള ചിന്ത വേണം. ഇതിന്നല്ലെങ്കിൽ നാളെ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ് എന്ന് ഓർമ്മ വേണം. നമുക്ക് എത്ര ഏക്കർ ഉണ്ടെങ്കിലും, എത്ര കൊട്ടാരുണ്ടെങ്കിലും, എത്ര വണ്ടികളുണ്ടെങ്കിലും ആധാരം നാളെ മോന്റെ കയ്യിലായിരിക്കും എന്ന് ഓർമ്മ വേണം. പിന്നെ അവന്റെ മോന്റെ കയ്യിലായിരിക്കും. ഇതിങ്ങനെ കൈമാറിപ്പോകുന്ന പേപ്പറാണ്. ഇവിടെ ആർക്കും ഒന്നുമില്ല. ഇവിടെ നശ്വരമായ ഇക്കിളിയുടെ കുമിള ജീവിതത്തിന്റെ നൈമിഷിക സുഖം മാത്രമാണ്. ഒരർത്ഥത്തിൽ ഇത് പേക്കിനാവിന്റെ അനുഭവം മാത്രമാണ്. ഉണരൽ മൗത്തോടുകൂടിയാണ്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എല്ലാം ശുക്റാണ്. ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം ശുക്റാണ്. പോകുന്ന ഉറപ്പാണല്ലോ. ആരാ പോകത്ത്? ഇന്നലെ കുറെ ആൾക്കാർ പോയി, നമ്മൾ പെട്ടില്ല. മിഞ്ഞാന്ന് പോയി പെട്ടില്ല. ഇന്ന് പോയി കുറെ ആൾക്കാർ നമ്മൾ പെട്ടില്ല. നമ്മൾ പെട്ടത് നാളെ പോണ കൂട്ടത്തിലാണ്. അതിലും പെട്ടില്ല എന്നാണെങ്കിൽ തർക്കടില്ല. നാളെ പോണ പട്ടികയിൽ എല്ലാരും പെട്ടു. നമ്മളെല്ലാരും കൂടി ഒരേ സമയത്ത് മരിക്കൂല, ഒരേ കബറ് കിടക്കൂല. നമ്മളൊക്കെ സമയം അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്. യാ അല്ലാഹ്, പ്രായമൊന്നും വേണ്ട. ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ കൊളത്തലാണ്. ഇപ്പൊ പ്രായമില്ല, ഇപ്പൊ കൊളത്തല. ഇന്നലെ ഒരാള് പൈസ എണ്ണ സമയത്താണ് കൊളത്തിയത്. എണ്ണണ 50,000 റുപ്യാണ്. 20,000 ആയിട്ടുള്ളൂ, 30,000 ബാക്കിയാ. ഇടയിൽ മയ്യത്തായി. അതാണ്, അത്ര ദുനിയാ മുസാഫിർ ഖാനാഗേ जो आयागे उसका जानागे मरना भी एक बहाना है और कब्र भी तेरा ठिकाना. രാത്രി ശൈലിയാണത് ഈ നീട്ടല്. ഇതിങ്ങനെ ഈ വിഷയം വരുമ്പോ അറിയാതെ നീളാണ്. സ്റ്റേജിലെ പരിപാടിയാണ് നീട്ടല്, ക്ലാസ്സിൽ നീട്ടല്ലേ. പക്ഷെ ഈ വിഷയം അതുകൊണ്ട് നീണ്ടു പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ 2 ആയത്തിന്റെ അർത്ഥമല്ല, അത് ഹൃദയത്തിൽ തറക്കേണ്ടതാണ്. അതിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാനുള്ള സുപ്രധാനമായ സന്ദേശമുണ്ട്. അതാണ്, നിങ്ങൾ ദഅവത്ത് നിങ്ങൾ മുടക്കരുത്. മുടക്കിയിട്ടല്ല പറയാണ്. കാരണം ഞാൻ അന്നം കൊടുക്കണേ, ഞാൻ മുടക്കണില്ല. ശുക്ർ ചെയ്തവർക്ക് അന്നം കൊടുക്കുന്നുണ്ട്, ശുക്ർ ചെയ്യാത്തവർക്ക് അന്നം കൊടുക്കുന്നുണ്ട്. അതുപോലെ ദഅവത്ത് സ്വീകരിച്ചവരോടും പിന്നെയും നിങ്ങൾ പറയണം. ദഅവത്ത് സ്വീകരിക്കാത്ത ആളുകളോട് പറച്ചിൽ നിർത്തരുത്, പിന്നെയും പറയണം. എന്റെ പണി തന്നെ നിങ്ങളും നടത്തണം. ആൾക്കാരെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണ്ട എന്ന് ഹബീബിനോട്. നമ്മളോട് തിന്നോളിയും കുടിച്ചോളിയും കഴിച്ചോളിയും ഉടുത്തോളിയും, പക്ഷേ നാളെ കയ്യിൽ നിന്ന് പോകുമെന്ന തിരിച്ചറിവ് വേണം. അതൊരു ജാഗ്രതയാണ്. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദുനിയാവ് ശാശ്വതമല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ തൊള്ളയിലോ ചവിട്ടിലോ അല്ല, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ എന്നാണോ കയറുന്നത് അന്ന് നമ്മൾ ജാഗ്രതയിലാകും. അന്ന് മുതൽ നിസ്കാരം കളാക്കൂല, അന്ന് മുതൽ ജമാഅത്ത് മിസ്സാകുന്നത് ശ്രദ്ധിക്കും, അന്ന് മുതൽ എന്തിനെങ്കിലും വേണ്ടി ഓടിപ്പാഞ്ഞ് ആഹാരം മുടക്കൂല, അന്ന് മുതൽ അള്ളാഹിന്റെ നിഅമത്തുകളൊക്കെ അനുഭവിക്കുന്നതോടുകൂടി ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മളെ ബഹുമാന്യനായ ടീക്കന്റെ ഭാര്യ വഫാത്തായ ദിവസം. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സൽക്കാരപ്രിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, പ്രത്യേകിച്ച് മൂല്യമാരെ കൊളിച്ചിട്ട് നല്ലോണം ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയില് ഈ 4 കൊല്ലത്തിനിടയിൽ 2 പ്രാവശ്യം ആ ഭാഗത്തേക്ക് പ്രോഗ്രാമിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നതിന്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 5-8 കൊല്ലം മുമ്പും താന്നൂർ ഭാഗത്ത് വാളറി വന്നപ്പോഴും അദ്ദേഹത്തിന്റെ വരയിൽ ഭക്ഷണത്തിന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴും മൂപ്പര് ഭാര്യനെ കുറിച്ച് ഇങ്ങനെ അന്ന് ഭാര്യ ഉണ്ടെന്നാ തോന്നുന്നു. ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒരുപാട് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചുപോയ ഭാര്യനെ കുറിച്ചാണ് രണ്ടാമത് ഞാൻ കയറിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ നല്ല സൽക്കാരപ്രിയായിരുന്നു. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ആളാണ്. സ്വാലിഹത്തായ ഒരു സഹോദരിയാണ്. ഖബറിലാണ്. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് അല്ലാഹു വിശാലമായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗസ്ഥയായ വനിതയാക്കട്ടെ. ഫാത്തിമ ബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഇടം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട ഭർത്താവ് അവരുടെ മേൽ നൽകിയിട്ടുള്ള ചായ സൽക്കാരം അള്ളാഹു കബൂലാക്കട്ടെ. അത് ഹദിയായിട്ട് അവരുടെ ഖബറിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി ത്വാഹിരി സക്കി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹുവേ, ഞങ്ങളെല്ലാം അനുഭവിക്കുന്നവരാണ്. ഏറ്റവും പ്രധാനമായി പ്രസവിക്കപ്പെട്ട സമയം മുതൽ ഈ സമയം വരെ സുപ്രധാന നിയമത്താകുന്ന ശ്വാസം നീ മുടക്കിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ എപ്പോഴും പിൻവലിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഞങ്ങളുടെ ചീഞ്ഞ ജീവിതമുള്ളത്. പക്ഷേ ശ്വാസം നീ തന്നുകൊണ്ടിരിക്കുകയാണ്, കാഴ്ച നീ തന്നുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവെ രുചിക്കാനുള്ള നാവ് നീ തന്നുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിക്കാനുള്ള അക്ഷരഭാഷകൾ നീ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്ത എല്ലാ പ്ലാനുകളും ഞങ്ങൾക്ക് ശ്രമിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും നീ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നന്ദി ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇന്ന് നൽകിയതിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നിന്റെ നൽകാത്ത ഖജനാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിട്ടുതരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നീ വിട്ടുതരണേ അല്ലാ. ഗതികെട്ട് എന്തെങ്കിലും തെരിയുന്നവരിട്ട് ആരാൻ മുമ്പിൽ കൈനീട്ടേണ്ട ദുർഗതി ഞങ്ങൾക്ക് ആർക്കും വിധിക്കല്ല അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് ദഅവത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണേ അല്ലാ. അതിനുള്ള ഇൽമും ത്രാണിയും മനസ്സും ബോധവും ഉന്മേഷവും ഹിമ്മത്തും അതിനുള്ള സൗകര്യങ്ങളും ഓഡിയൻസിനെയൊക്കെ കാലങ്ങളേറെ മദ്ഹ് പറയാൻ നീ തുറന്നു തരണേ അല്ലാ. അവസാനം മദ്ഹ് പറഞ്ഞ നിന്നെയും നിന്റെ ഹബീബിനെയും വാഴ്ത്തി പുകഴ്ത്തി ഇന്നത്തെ യുക്തിവാദികളോടൊക്കെ വസ്വാസുകൾക്ക് വളരെ കൃത്യമായ മറുപടി പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം സന്നിവേശിപ്പിച്ചുകൊണ്ട് നല്ല സ്ഥലത്ത് നല്ല ദിവസം ഈമാനോട് മരിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ സയ്യാത്തുകളൊക്കെ ഹസനത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഈ സാസിൽ ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കച്ചവടക്കാർ, മുതലാളിമാർ, കൂലിപ്പണിക്കാർ, തൊഴിലാളികൾ, ഫക്കീർമാർ, യാത്രക്കാർ, പ്രവാസികൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. അള്ളാഹുവെ മരിച്ചുപോയ ആളുകളുടെ മക്കളാണ്, ചിലപ്പോൾ പിതാക്കളാണ്, ചിലപ്പം ഭർത്താക്കന്മാരാണ്. പ്രത്യേകിച്ച് ബഹുമാനീയ ടി കെ ഹാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ദുആയും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അവരടക്കം ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഉമ്മിനീങ്ങൾ, ഉമ്മിനാച്ച് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിലെത്തി ഇതൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിക്കാൻ കാരണമാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നീ നരകത്തിലിടല്ലേ അല്ലാ. എന്തിന്റെ പേരിലാണെങ്കിലും ഇടല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.